ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്കൂളുകളിലേക്ക് വാട്ടർ പ്യൂരിഫയറുകൾ നൽകി. പഞ്ചായത്ത് അധ്യക്ഷൻ പി.ടി. ഷഹനാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൻ്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജു-അറ്റ് ഇരുമ്പിളിയത്തിൻ്റെ ഭാഗമായാണ് വാട്ടർ പ്യൂരിഫയറുകൾ നൽകിയത്. വാർഷിക പദ്ധതിയിൽ 3,12,000 രൂപയാണ് വകയിരുത്തിയത്. പഞ്ചായത്തിലെ 6 സ്കൂളുകളിലേക്കാണ് വാട്ടർ പ്യൂരിഫയറുകൾ നൽകിയത്. 2025-26 വാർഷിക പദ്ധതി വഴി ബാക്കി വരുന്ന മുഴുവൻ വിദ്യാലയങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ നൽകാനുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 11 സ്കൂളുകൾക്കും വേണ്ടി ഫണ്ട് വെച്ചതായിരുന്നു. പക്ഷെ വാട്ടർ പ്യൂരിഫയർ വിലയാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം 25,000 രൂപയാണ് ഞങ്ങൾ വകയിരുത്തിയത് ഒരു വാട്ടർ പ്യൂരിഫയർ. പക്ഷെ വന്നപ്പോഴാണ് അത് ചെറിയതാണ് വാട്ടർ പ്യൂരിഫയർ. അത് ഈ ദിവസങ്ങളായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടായിരിക്കും എല്ലാ സ്കൂളുകളും. അപ്പൊ ഒന്നും കൂടി വലിയ ഒരു വാട്ടർ പ്യൂരിഫയർ എന്ന രീതിയിലാണ് ചൂടുവെള്ളവും തണുപ്പും സാധാരണ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉദ്ദേശിച്ചത്. അപ്പൊ ഏതായാലും അടുത്ത വർഷം കൂടെ ഉറപ്പാണ്. അടുത്ത വർഷം ബാക്കി 5 സ്കൂളുകൾ കൂടി അതിന്റെ ഫണ്ട് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് പ്രൈമറി സ്കൂളുകളിലെ എല്ലാ സ്കൂളുകളും പ്രൈമറിയിലെ എല്ലാ സ്കൂളുകൾക്കും കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കും. ഏതായാലും നമ്മൾ പറഞ്ഞു എജു-അറ്റ് ഭാഗമായിക്കൊണ്ട് വ്യത്യസ്തമായ പദ്ധതികളാണ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുണ്ട്. വലിയകുന്ന് HALP സ്കൂളിൽ വെച്ചായിരുന്നു വിതരണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. മുഹമ്മദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഉപാധ്യക്ഷ ഫസീല അധ്യക്ഷയായി. വികസനകാര്യ ചെയർമാൻ VT അമീർ, ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ, KT ഉമ്മുകുൽസു, K. മുഹമ്മദ് അലി, PTA അധ്യക്ഷൻ നാസർ ഇരുമ്പിളിയം, ഹെഡ് മിസ്ട്രസ് നസീമ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.